കാർഷിക വാർത്തകൾ. സംസ്ഥാനത്ത് റബ്ബർ വില കിലോയ്ക്ക് 200 രൂപയായി ഉയർന്നു. കർഷകരുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് റബ്ബർ വില ഡബിൾ സെഞ്ചുറി കൈവരിക്കുന്നത്. സംസ്ഥാനത്ത് റബ്ബർ വില കിലോ 200 രൂപയായി ഉയർന്നു. കർഷകരുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഡബിൾ സെഞ്ചുറി കൈവരിക്കുന്നത്. 5ാം ഗ്രേഡ് റബ്ബർ കിലോ 197 രൂപയിലും ലാറ്റക്സ് 140 രൂപയിലും കൈമാറി. മുഖ്യ കയറ്റുമതി വിപണിയായ ബാങ്കോക്കിൽ റബ്ബർ വില 199 രൂപയിൽ നിന്നും 201 രൂപയായി. നാളികേരോൽപ്പന്ന വിപണിയിലെ കുതിച്ചുചാട്ടത്തിന് വേഗതയേറി. കൊച്ചിയിൽ തുടർച്ചയായ 2ാം ദിവസവും വെളിച്ചെണ്ണ വില ക്വിന്റലിന് 300 രൂപ വർദ്ധിച്ച് സർവകാല റെക്കോർഡ് വിലയായ 29,600 രൂപയിൽ വിപണനം നടന്നു. കൊപ്ര വില 200 രൂപ കയറി 19,700 രൂപയായി ഉയർന്നു. തമിഴ്നാട്ടിൽ നിരക്ക് 20,000 രൂപയാണ്. അവിടെ വെളിച്ചെണ്ണ 29,650 രൂപയിലാണ്. കുരുമുളകിനെ ബാധിച്ച വിലയിടിവ് തുടരുന്നു. അന്തർ സംസ്ഥാന വാങ്ങലുകാർ മുളക് സംഭരണത്തിൽ വരുത്തിയ കുറവും രാജ്യാന്തര വിപണിയിലെ മരവിപ്പും വിലയെ ബാധിച്ചു. അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിയറ്റ്നാം ഉൽപ്പന്ന വില വീണ്ടും കുറച്ച് വിദേശ കച്ചവടങ്ങൾ ഉറപ്പിക്കാൻ ശ്രമം തുടരുകയാണ്. കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് വില ക്വിന്റലിന് 200 രൂപ കുറഞ്ഞ് 68,800 രൂപയായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും വ്യാപക കൃഷിനാശം. തിങ്കളാഴ്ച വരെയുള്ള കണക്ക് പ്രകാരം 96.73 കോടിയുടെ നഷ്ടമാണ് കണക്കാക്കിയിരിക്കുന്നത്. 25,729 കർഷകരുടെ വിളകൾക്കാണ് നാശം നേരിട്ടത്. കാലവർഷം തുടങ്ങി 4 ദിവസം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് 96.73 കോടി രൂപയുടെ കൃഷിനാശമാണ് കണക്കാക്കപ്പെട്ടത്. വെള്ളി മുതൽ ഇന്നലെ വരെയുള്ള കൃഷിവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ആകെ 4,453.71 ഹെക്ടർ കൃഷിയിടങ്ങളാണ് നശിച്ചത്. 25,729 കർഷകരുടെ വിളകൾക്കാണ് നാശം നേരിട്ടത്. ജില്ലകൾ മലപ്പുറത്താണ് കൂടുതൽ കൃഷിനാശം, 2,636 ഹെക്ടർ. കുറവ് ഇടുക്കിയിൽ 8.69 ഹെക്ടർ. കൃഷിനാശം ഏറെ ബാധിച്ചത് വാഴവിളയാണ്. അതോടൊപ്പം മരച്ചീനി, നെല്ല്, പച്ചക്കറി, ഏലം, ഇഞ്ചി, കുരുമുളക്, റബ്ബർ, വെറ്റില എന്നിവയും നശിച്ചു. ഓണ സീസൺ പ്രതീക്ഷിച്ച പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്കും ശീതകാല പച്ചക്കറി കൃഷി ഇറക്കിയവർക്കും മഴ തിരിച്ചടിയായി. കൃഷിനാശം സംബന്ധിച്ച വകുപ്പിന്റെ വെബ് പോർട്ടൽ വഴിയുള്ള അപേക്ഷകൾ പരിശോധിച്ചു വരികയാണെന്നും അർഹരായവർക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും കൃഷിവകുപ്പ് അറിയിച്ചു. വരും ദിവസങ്ങളിൽ പ്രഖ്യാപനമുണ്ടായേക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷിവകുപ്പ് ആവിഷ്കരിച്ച കേര പദ്ധതിയിൽ റബ്ബർ, ഏലം, കാപ്പി കർഷകർക്കുള്ള സബ്സിഡി വിതരണം ഈ വർഷം തുടങ്ങും. റബ്ബർ കർഷകർക്ക് 75,000 രൂപ ഹെക്ടർ ഒന്നിന് സബ്സിഡി കിട്ടും. റബ്ബറിന് 5 ഹെക്ടർ വരെ കൃഷിയുള്ളവർക്കാണ് ധനസഹായം ലഭിക്കുക. ഏലത്തിന് 8 ഹെക്ടർ വരെയും കാപ്പിക്ക് 10 ഹെക്ടർ വരെയും കൃഷിഭൂമിയുള്ളവർക്ക് സഹായം നൽകും. ഏലത്തിന് ഹെക്ടർ ഒന്നിന് 1 ലക്ഷം രൂപയും കാപ്പിക്ക് 1,10,000 രൂപയും സബ്സിഡി അനുവദിക്കും. കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, തിരുവനന്തപുരം, കണ്ണൂർ, മലപ്പുറം ജില്ലകളിലെ റബ്ബർ കർഷകർക്കാണ് സഹായം കിട്ടുക. കാപ്പിക്കുള്ള സഹായം വയനാട് ജില്ലയിലെ കർഷകർക്കും ഏലം സഹായധനം ഇടുക്കിയിലെ കർഷകർക്കുമാകും. ജൂണിൽ സബ്സിഡി ലഭ്യമാകുമെന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു. 3 വിളകളിലും 10 ഹെക്ടർ വരെ കൃഷിഭൂമിയുള്ള കർഷകർക്ക് പ്രത്യേക പരിശീലനം നൽകും. പരിശീലനം നേടി അപേക്ഷ നൽകുന്നവരിൽ നിന്നാണ് സബ്സിഡിക്ക് അർഹരായവരെ തിരഞ്ഞെടുക്കുക. കേര പദ്ധതിയുടെ ആദ്യ ഗഡുവായി 139.65 കോടി രൂപ ലോകബാങ്കിൽ നിന്ന് ലഭിച്ചു. കൃഷിവകുപ്പാണ് പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് വഴി പദ്ധതി നടപ്പിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. പുതിയ വിത്തിനങ്ങളും നൂതന സാങ്കേതിക വിദ്യകളും കർഷകർക്ക് പരിചയപ്പെടുത്താൻ പ്രചാരണ പരിപാടിയുമായി കേന്ദ്ര സർക്കാർ. കൃഷി മന്ത്രാലയത്തിന് കീഴിൽ വികസിത കൃഷി സങ്കൽപ് അഭിയാൻ എന്ന പേരിൽ മെയ് 29 മുതൽ ജൂൺ 12 വരെയാണ് പ്രചാരണം. മെയ് 29 തുടങ്ങി ജൂൺ 12 വരെ നീളുന്ന ക്യാമ്പയിനിൽ ശാസ്ത്രജ്ഞന്മാരും വിദഗ്ധരും ഉദ്യോഗസ്ഥരും രാജ്യത്തുടനീളമുള്ള കർഷകരെ നേരിൽ കാണുകയും കൃഷി മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യും. കേന്ദ്ര കൃഷി മന്ത്രാലയവും ICAR-ഉം സംസ്ഥാന സർക്കാരുമായി സഹകരിച്ചാണ് പദ്ധതി. രാസവളങ്ങളുടെ സന്തുലിതമായ ഉപയോഗം, പ്രാദേശിക സാഹചര്യങ്ങൾ മനസ്സിലാക്കൽ, ഗുണനിലവാരമുള്ള വിത്തുകളുടെ ഉപയോഗം തുടങ്ങി ഉൽപാദനക്ഷമത കൂട്ടുന്നതിനാവശ്യമായ കാര്യങ്ങൾ കർഷകരുമായി പങ്കുവയ്ക്കും. കാർഷിക മേഖല വികസിക്കുകയും കർഷകർക്ക് അതിന്റെ നേരിട്ടുള്ള നേട്ടം ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ്
വികസിത് കൃഷി സങ്കൽപ് അഭിയാന് പിന്നിലെ ലക്ഷ്യമെന്ന് ഡൽഹിയിൽ ഇതോടനുബന്ധിച്ച് നടന്ന ഉന്നതതല യോഗത്തിൽ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു. പ്രചാരണത്തിലുടനീളം സാങ്കേതിക വിദ്യകൾ, പുതിയ ഇനങ്ങൾ, സർക്കാർ പദ്ധതികൾ എന്നിവയെക്കുറിച്ച് കർഷകർക്കിടയിൽ അവബോധം സൃഷ്ടിക്കും. കൃഷിയിൽ ഡ്രോൺ, വിവര സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, വിളവൈവിധ്യവൽക്കരണം, യന്ത്രവൽക്കരണം എന്നിവ കർഷകർക്ക് പരിചയപ്പെടുത്തും. സംസ്ഥാന കൃഷി, ഹോർട്ടിക്കൾച്ചർ, മൃഗസംരക്ഷണ, ഫിഷറീസ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, കർഷകർ, കാർഷിക സംഘങ്ങൾ എന്നിവയിലെ അംഗങ്ങളും സംഘത്തിൽ ഉൾപ്പെടും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 199, RSS 5 196, ലാറ്റക്സ് 147, ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 240, കാപ്പിക്കുരു 280, കൊക്കോ പരിപ്പ് 400, കുരുമുളക് ഗാർബിൾ 68,800, കുരുമുളക് അൺഗാർബിൾ 66,800, ഏലക്ക 2200 മുതൽ 2300 വരെ, വെളിച്ചെണ്ണ 29,600, കൊപ്ര 20,300, ചുക്ക് 22,500.